Hi friends, Assalamualaikum. Welcome back to Misriya Family Vlog. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മാമ്പഴം പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ 2 മാങ്ങ എടുക്കുക. നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ നോക്കി നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അതെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഈ മാങ്ങയൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം വേവണ വരെ. നമ്മുടെ ഇതൊന്ന് തിളച്ച് നല്ലപോലെ കുറുകി വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട, സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമാവണം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് ചൂടാറി വരുന്നുണ്ട്. ഇനി നമുക്കിതുപോലൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ഇതുപോലെ ചുറ്റും തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ നമുക്കിത് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.